ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാടും തോടൊക്കെ താണ്ടി ഇത്രയും റിസ്ക് എടുത്ത് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളെ വീടിൻ്റെ അവിടെയുള്ള അംഗനവാടിയിലോട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ SIR ഫോം ഉണ്ടല്ലോ, അത് ഓൾറെഡി ഫില്ലാക്കി വെച്ചിട്ടുണ്ട് ഉപ്പച്ചിൻ്റെത്. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കാനാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് പോണത് കേട്ടോ. ഇതിപ്പം റോഡിലൂടെയാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ കുറേ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കുറുക്ക് വഴി, അതായത് പണ്ട് ഉമ്മച്ചിയും ഈ താത്തയൊക്കെ അവരുടെ കുട്ടികളൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടെയൊക്കെ ആയിരുന്നു പോയിൻ്റെത്. എനിക്കാണെങ്കിൽ തോടെ ഏതാ പാടേതാന്നും പോലും അറിയില്ല. എന്തായാലും ഇതിപ്പോൾ നമ്മുടെ ആവശ്യമായതുകൊണ്ട് റിസ്ക് എടുക്കാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇവിടെ നിന്ന് ചാടുക നോക്ക. ഇവിടെ ഞാൻ ചവിട്ടണ്ടേ അവിടെ തോടുണ്ട് പോലും ഉണ്ടോ? ഞാൻ ഈ വഴിയിലൂടെ സഞ്ചരിച്ചതിന് എന്തെങ്കിലും തെളിവ് അവശേഷിക്കണമല്ലോ. ഇതിപ്പം എൻ്റെ കാൽപ്പാട് തന്നെ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഒലക്കമൽ SIR ഫോം കാരണം എൻ്റെ കാലെന്നെ അങ്ങോട്ട് പഞ്ചറായി. ചെരിപ്പും കാലും എല്ലാം കൂടി അങ്ങോട്ട് ചളിയിൽ അങ്ങോട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതാ പോണ വൈക്കൽ തന്നെയാണ് ഈ ഒരു തോടുണ്ടായിരുന്നത്. അപ്പം അതിലിറങ്ങിയിട്ട് കാലൊക്കെ കഴുകി വൃത്തിയാക്കി. അപ്പോൾ നിങ്ങളുടെ എനുമറേഷൻ ഫോം ഒക്കെ നിങ്ങൾ ഫിൽ ചെയ്തോ ഇല്ലയോ, എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കറിയാലോ ആരൊക്കെ കൊടുത്തു കൊടുത്തില്ല എന്ന്. ഫൈനലി ഗൈസ്, കാടും മലയൊക്കെ താണ്ടി നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് എത്താനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെയിം ഡേ തന്നെയാണ് നമ്മൾ അവിടെയുള്ള എല്ലാവരോടും ഫോം അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ പോയപ്പോൾ 2 പേരായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫില്ല് ചെയ്തത് നമുക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ എത്രയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഫില്ല് ചെയ്തു എന്ന് പറഞ്ഞാലും ഇവന്മാർ നോക്കിയിട്ട് ജസ്റ്റ് അത് വെരിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ സെറ്റാക്കി അവിടെ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നേ. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്ന് വീട്ടിലെത്തിയപ്പോഴേക്ക് എല്ലാവരും മാറ്റി സെറ്റായിട്ട് നിൽക്കുന്നത് എങ്ങടാന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്മമ്മാൻ്റെ അടുത്തേക്കാണ് കേട്ടോ. എപ്പോഴും പോണം കരുതും. പക്ഷേ എന്തെങ്കിലുമൊക്കെ സാങ്കേതിക തകരാറുകൾ മൂലം നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് അങ്ങോട്ട് പെൻഡിങ് ആവും. ഇന്ന് നമ്മൾ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും അമ്മമ്മാൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ളത്. അങ്ങനെതാ ഓട്ടോക്ക് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണേ. നമ്മുടെ നിഫ്റുകുട്ടനുണ്ടല്ലോ, ഇസ്ലാമിക് സ്കൂളിലാണ് പഠിക്കണത്. അപ്പോൾ ആൾക്ക് പോകാനും വരാനൊക്കെ ആയിട്ട് ഒരുപാട് ദിക്റുണ്ട് ചൊല്ലിക്കൂട്ടാൻ. അപ്പോൾ നമ്മുടെ നിഷുവിനും അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൊടുക്കടി. ആ ഇത് മേലാക്കം സ്കൂളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടത് അവിടെയാണ് നമ്മുടെ വീട് വരുന്നത്. അതായത് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വീട്. കൊച്ചിൻ്റെ ചെറിയ അനിയൻ്റെ മോള് കുട്ടിയായിരിക്കണ സമയത്ത് അവളോട് ആരെങ്കിലും നിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൾ പറയും സ്കൂളിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട് എന്ന്. അപ്പോൾ സ്കൂൾ എവിടെയെന്ന് ചോദിച്ചാൽ പറയും എൻ്റെ വീടിൻ്റെ അപ്പുറത്താണ്. അന്ന് അവള് കുറേ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സംഭവം ശരിയാണല്ലേ, ആള് പറഞ്ഞതിലും വലിയ തെറ്റൊന്നുമില്ല. ഐബുട്ടനെ കണ്ട പാടെ തന്നെ ഇമ്മ മോനെടുത്തിട്ട് മടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആൾക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. ഓനോടിപ്പോൾ അഭിപ്രായം ചോദിച്ചിട്ടൊന്നും വേണ്ടല്ലോ, ഓനെടുത്ത് മടിയിൽ വെക്കാനില്ലേ. എന്തായാലും അവന് വല്ലപ്പോഴും കാണുന്ന ആൾക്കാരല്ലേ, അതാണ് അത്ര വലിയ മൈൻഡൊന്നും ഇല്ലാത്തത് കേട്ടോ. പിന്നെ പോരാൻ ടൈമൊക്കെ ആകുമ്പോഴേക്ക് ആളങ്ങോട്ട് സെറ്റായി തുടങ്ങും. കുടുംബിനി ചായ ഉണ്ടാക്കുന്നു. മുഖം കാണ ഉപ്പച്ചിയുടെ അനിയൻ്റെ മോളാണ് കേട്ടോ ഇത്. മേക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് ആൾക്ക്. എന്തായാലും ആൾ നമുക്ക് വേണ്ടിയിട്ട് ചായയൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഇവിടെ ഇവന്മാർ മാത്രമേ ഉള്ളായിരുന്നു, അതായത് ഉപ്പച്ചിയുടെ അനിയനും കുട്ടികളും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. കുഞ്ഞാമ്മയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ഉള്ള ദിവസം ആയതുകൊണ്ട് ആളുടെ ജോബിന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഐബുട്ടനിതാ അവൻ്റെ കുഞ്ഞാമ്മാൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ കുഞ്ഞാമ്മ മൂത്തമ്മ എന്നുള്ള വിളി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതേപോലെ തന്നെ ഇവർക്കും അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. കുഞ്ഞാമ്മനെ കാണുന്നില്ലേ, കുഞ്ഞാമ്മന്റെ മുഖം കാണുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് ബജ്ജോപ്പയും വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും അവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ബജ്ജോപ്പൊക്കെ എന്തോ ഒരു ഗമ ബജ്ജോപ്പൊക്കെ.
ഓക്കെ. നമുക്ക് ഈ അഭിനയം വലിയ താല്പര്യം വല്യമ്മയാണെ ഉറങ്ങണ നേരം കഴിഞ്ഞ്. ഇവരെയൊക്കെ ഫോട്ടോ എടുക്കുന്നത് വൻ കോമഡിയാണ് കേട്ടോ. കാരണം ഏതെങ്കിലൊക്കെ ഒരു ഫോട്ടോ ആരെങ്കിലൊക്കെ ആയിട്ട് കൊളാക്കും. ഒന്നൊക്കെ അക്ബർ കെട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഉറങ്ങും. ഇപ്പോഴത്തെ ജനറേഷനെ പോലെ ഫോട്ടോജനിക് അല്ലല്ലോ ആരും. എന്തായാലും നമുക്കിതാ അവിടുന്ന് ഇറങ്ങാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഓട്ടോ ഒക്കെ വിളിച്ച് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് പോവലാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നടക്കുവാണ്, കാരണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ 5th വരെ നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നേ. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ അങ്ങനെ നടന്നു പോകുമ്പോൾ ശരിക്കും നൊസ്റ്റാൾജിക് ഫീലാണ്. നമ്മുടെ സ്കൂൾ കാലഘട്ടവും മദ്രസ കാലഘട്ടമൊക്കെ ഓർമ്മ വരും. ഇതാണ് എൻ്റെ മദ്രസ, ഇതിലാണ് ഞാൻ പഠിച്ചത്. മദ്രസിൽ മാത്രമേ ഞാൻ ഇവിടെ പഠിച്ചിട്ടുള്ളേ. സ്കൂളൊക്കെ വന്നിട്ട് CSI ഗേൾസ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ചേരി ടൗണിലായിരുന്നു. അപ്പോൾ പോണ വഴിക്കലൊക്കെ എനിക്ക് ഒരുപാട് കഥ ഉണ്ടായിരുന്നു നിഷുവിന് പറഞ്ഞു കൊടുക്കാൻ. ഇതിൽ കൂടെ ആയിരുന്നു ഉമ്മച്ചി പോയത്, ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഇരിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അങ്ങനെ ഏതായാലും നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മന്തിക്കടയിലോട്ട് എത്തിയിട്ടുണ്ട്. ഐബുട്ടിന് വീടിനകത്തിരിക്കണതിനേക്കാളും ഇഷ്ടമാണ് എങ്ങടയിലൊക്കെ പോകുന്നത്. അതായത് ഈ പുറത്തുള്ള ഒരു വൈബ് ഉണ്ടല്ലോ, കുറേ ലൈറ്റും വാഹനങ്ങളൊക്കെ ആയിട്ട്, അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കൂല. എനിക്കും അനിയത്തിക്കും കുട്ടികൾക്കൊക്കെ അതെ, പുറത്തൊക്കെ പോകാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കണതും നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഇതിന് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ആൾക്ക് ആളുടെ വീട്ടിലിരുന്ന് കഴിക്കണം, മര്യാദയ്ക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കഴിക്കണത് ഇഷ്ടേ അല്ല. പിന്നെ ഇനിയും അനിയത്തിനെ ഒന്നും പിണക്കണ്ട, ഞങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൂടെ അങ്ങോട്ട് കൂടുന്നുണ്ട് എന്ന് മാത്രം. അങ്ങനെ നമ്മൾ പറഞ്ഞ പ്രകാരം അവർ മന്തിയും അൽഫാമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതിപ്പം കുട്ടികൾക്ക് ഹണിയും നമുക്ക് പെരി പെരി അൽഫാമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അനിയുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവൻ ഇതന്നെയായിരുന്നു പണി. അവൻ എന്തെങ്കിലുമൊക്കെ മന്തി അൽഫാമും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിലുള്ളവർ കഴിക്കാണ്ട് ആൾക്കൊരു സമാധാനം കിട്ടൂല കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്കുള്ള പാഴ്സലും ആളുടെ കയ്യിലുണ്ടാകും. അപ്പോൾ എപ്പോഴും കഴിക്കുമായിരുന്നു മന്തി അൽഫാമൊക്കെ. ഇപ്പോൾ വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എപ്പോഴേലൊക്കെ ഒന്ന് പുറത്തിറങ്ങണേ. അതുകൊണ്ടാണെന്നറിയില്ല, എന്തോ ഭയങ്കര ടേസ്റ്റായിരുന്നു ഫുഡിനൊക്കെ. പോരാൻ നേരത്താണ് ഈ ഒരു കാഴ്ച നമ്മുടെ കണ്ണിൽ പെട്ടത്. അപ്പോൾ നിഷുവിനും നിഫ്രു കുട്ടനൊക്കെ ഇത് എന്താ ഏതാന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു കേട്ടോ ഉപ്പച്ചി. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിങ്ങോട്ട് കയറി വന്ന സമയത്തെ നോട്ടിട്ടിട്ടുള്ള വേറൊരു കട ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഡെയിലി ചിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈവായിട്ടുള്ള ഈ ഒരു കട. മക്കൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു തരാത്തൊരു ചരിത്രം എൻ്റെ ഉപ്പച്ചിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കും അനിയത്തിക്കും നിഷുവിനും നിഫ്രുകുട്ടനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടുന്ന് വാങ്ങിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലത്തെ പുതുപുത്തൻ വിശേഷങ്ങളായിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.